ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു ചക്കപ്പഴം കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതിനു വേണ്ടി വരിക്കച്ചക്ക എടുത്തതാണ് ഇത്ര. പിന്നെ നമ്മളെ മൈദ, ബേക്കിംഗ് സോഡ, കുറച്ച് നുള്ളുപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇത് അരിച്ചെടുത്ത് വെച്ച്. പിന്നെ പഞ്ചസാര ഗ്രാമ്പൂവും കൂട്ടിയിട്ട് പൊടിച്ചതാണിത്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് ഞാനിവിടെ വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്കേനെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിലടക്ക് നമുക്ക് മുട്ടയെല്ലാം റെഡിയാക്കണം. ചക്ക അരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് മുട്ട റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചക്ക അരച്ചിട്ടെടുത്ത് കൊണ്ടുവരട്ടെ. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ചക്കേനെ അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല വൃത്തിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് കാണാം നമുക്ക്. അപ്പോൾ വേഗം വരുന്നേ. അപ്പോൾ ഇതാ ഗൈസ്, ചക്കപ്പഴം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കേക്കിന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേക്കിന് വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉടച്ചിട്ട് നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം, വാനില എസൻസ് ഒഴിക്കണം, വാനില എസൻസ് ഒഴിച്ചു. ആ മുട്ടേൻ്റെ മുയിങ്ങ മണം വരാണ്ടിരിക്കാൻ. പിന്നെ നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അത് ഒഴിച്ചു കൊടുത്തു. ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടിയാണ് നമ്മൾ അഴിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നിട്ട്. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ മുട്ട ഇതെല്ലാം അടിച്ചു കൊണ്ടുവന്നത് ഇതിലേക്ക് ഒഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് കൂട്ട് നല്ല റെഡിയാക്കാം. നമുക്ക് നമ്മളെ ചക്കേനെ ഇതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കാം. ചക്ക കൊണ്ടുണ്ടാക്കുന്ന കേക്കാണല്ലോ. അപ്പം നമ്മളെ വരിക്കച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പം ഞാനിതാ കുറച്ച് കശുവണ്ടി എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് മൈദേൻ്റെ അകത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പം അതും ഒന്ന് മിക്സാക്കാം. അപ്പോൾ ഓക്കെ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ കൂട്ടി വെച്ചത്. ഇതിൻ്റെ അടിയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ തടവിയിട്ടുള്ളത്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിൻ്റെ അകത്ത്. എന്നിട്ടാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത്.
ഇപ്പോൾ ഓക്കെ. എല്ലാം തുടച്ച് ആക്കി. ഇനി നമുക്കത് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കൂടിയായാൽ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ കേക്കിൻ്റെ മേലെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയാകുമ്പോഴല്ലേ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കാണാൻ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ മേലെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇനി ഞാൻ കുക്കറിലെടുത്ത് വെക്കുന്ന കാണിച്ചു തരാം. കുക്കർ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചത്. ഇപ്പോൾ നല്ല ചൂടായി. ഇങ്ങനെയാണെന്നുള്ള കുക്കറിൻ്റെ ഉൾഭാഗം ഇങ്ങനെയുള്ള വെള്ളവും ഇല്ല ഒന്നുമില്ല. വെറുതെ കുക്കർ വെച്ച് ഒരു റിങ്ങും വെച്ച് അതിൻ്റെ മേലെയാണ് ഞാൻ പാത്രം വെച്ച് കൊടുക്കുന്നത്. സംശയം തീർന്നല്ലോ. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടച്ചു വെക്കട്ടെ. കുക്കറിൻ്റെ മൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് കുക്കർ തുറന്നിട്ട് നമുക്ക് നോക്കിയാലോ. കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഏതായാലും ഞാനൊന്ന് കുത്തി നോക്കാം. ഓക്കെ, ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് കണ്ട, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വാങ്ങിയിട്ട് കാണിച്ചു തരാം. ഗൈസ് ചക്കപ്പഴ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാന്ന് വാങ്ങിയിട്ടില്ല, നല്ല സോഫ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ ചൂട് തണിഞ്ഞിട്ട് ഞാനിത് പ്ലേറ്റിലിട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുവരെ നിങ്ങൾ ഒന്ന് ക്ഷമിക്ക്. അടിപൊളിയാണ്. എല്ലാം വിട്ട് വിട്ട് വരുന്നുണ്ട് കണ്ടായതാ പാത്രത്തിൽ നിന്ന്. ചൂടായത് കാരണം എടുക്കാൻ പറ്റൂലല്ലോ എനിക്ക്. കുറച്ചൊന്ന് തണിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഗൈസ് ഞാൻ പ്ലേറ്റിലേക്ക് തട്ടുന്നുണ്ട്. എടുത്ത് വെച്ചിട്ട് കണ്ട, പാത്രത്തിൻ്റെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. കണ്ടല്ലോ, എല്ലാം ഞാൻ എടുത്തതെല്ലാം കൂട്ട് കറക്റ്റായിരുന്നു. കണ്ട, ചൂടുണ്ട് ഗൈസ്. അമ്മേ, പ്ലേറ്റിൽ പറ്റിപ്പോയി ഗൈസ്. അത് ഞാനിങ്ങനെ ചൂടോടെ എടുത്തിട്ടിട്ട് നമുക്കത് എടുക്കാം. ഗൈസ് കണ്ട, ഞാൻ ചൂടോടെ എടുത്തിട്ടിട്ട് പറ്റിയതാണ്. കിട്ടി. നല്ല സോഫ്റ്റ്, നല്ല മണമാണ്. ചക്കേൻ്റെ മണം അടിപൊളി. അടിക്കൊന്നും പിടിച്ചിട്ടുമില്ല, ഒന്നുമില്ല. കണ്ടാ, നല്ല അടിപൊളിയാണ് സംഭവം. ഞാൻ എടുത്തപ്പാട് കുമ്പിടുത്തി കളഞ്ഞിട്ടില്ല, കയ്യിലെടുക്കാണ്ട്. അതാണ് അങ്ങനെ പറ്റിയത്. ഒന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി കേക്ക് കണ്ടാ, സോഫ്റ്റ്. ചൂട് തണിഞ്ഞിട്ടില്ല ഗൈസ്, അതാണ്. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ വീഡിയോ, ചക്കപ്പഴ കേക്കിൻ്റെ വീഡിയോ ഇതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.